നോക്കാം. ഒമാനിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരിൽ 2 മലയാളികളും. തൃത്താല സ്വദേശികളായ യൂസഫ്, ഷംല എന്നിവരാണ് മരിച്ചത്. യൂസഫിന്റെ അമ്മ റംലയെ കാണാതായിരിക്കുകയാണ്. 4 കുട്ടികൾ ഉൾപ്പെടെ 6 പേർ രക്ഷപ്പെട്ടു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മിന്നൽ പ്രളയത്തിൽ പെട്ടുപോവുകയായിരുന്നു. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായിട്ടുണ്ട്. സുരേഷ്, ഈ കാണാതായ ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റാർക്കെങ്കിലും പരിക്കുകളോ അപകടങ്ങളോ ഉണ്ടോ? ഇതിൽ 9 പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. നിസാൻ പെട്രോൾ വാഹനത്തിൽ ഇവർ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പോകുകയായിരുന്നു. ഇതിൽ 3 പേരെ കാണാതായി. അതിനുശേഷം 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. ഷംലയുടെയും അതേപോലെ തന്നെ യൂസഫിന്റെയും. ഈ റംലയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കുട്ടികൾ 6 പേരാണ്. 6 കുട്ടികൾ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഏതായാലും അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായത്. കാരണം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള 2 പേരുടെ കുടുംബം ഒരുമിച്ചാണ് ഈ വാഹനത്തിൽ ഇവർ ആഘോഷിക്കാൻ വേണ്ടി, ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പോയത്. ആ സമയത്താണ് അതിശക്തമായിട്ടുള്ള മഴയും വാദിയിൽ വെള്ളപ്പൊക്കവും ഉണ്ടായിരുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന നിസാൻ പെട്രോൾ വാഹനം ഈ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ദുരന്തം ഉണ്ടായത്. കുട്ടികളെയൊക്കെ ഏതായാലും വേഗത്തിൽ രക്ഷിക്കാൻ കഴിഞ്ഞു. ഇന്നലെ അതിശക്തമായിട്ടുള്ള മഴ ഒമാനിൽ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. വാദികളിലേക്ക് പോകുന്നതിൽ ജാഗ്രത പാലിക്കണമെന്നൊക്കെ അധികൃതർ അറിയിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ 2 സ്വദേശികളായിട്ടുള്ള ആളുകൾ ഇന്നലെ മരിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ വരികയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഏതായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് ഇത്. തൃത്താല സ്വദേശികൾ, തൃത്താല തൊട്ടടുത്ത് തന്നെ കൂറ്റനാട്, ഇവിടെ നിന്നൊക്കെയുള്ള ആളുകളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്.